ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഓർമ്മിക്കുകയാണ്, വാരാണസിയിൽ പോകാനായിട്ട് ഒരു സാഹചര്യമുണ്ടായി. ഒരുപാട് ദൈവങ്ങളുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടമാണ് വാരാണസി. ഗംഗാ നദിയുടെ തീരത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു. അപരിചിതനായ ഒരാൾ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. പലവട്ടം പലരും കേട്ടിട്ടുള്ള നിസ്സാരമൊരു ചോദ്യമാണ്, ഹൂ ഈസ് യുവർ ഗോഡ്? എൻ്റെ ദൈവം ആരാ? എനിക്ക് നല്ലൊരു ഉത്തരം പറയാമായിരുന്നു, ഇതുവരെയും പഠിച്ച ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ. 13.5 വർഷം പൗരോഹിത ജീവിതത്തിന് വേണ്ടി പഠനങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവുകൾ അവരോട് പറയാമായിരുന്നു. അപരിചിതന, പക്ഷെ ഒന്നും പറയാൻ തോന്നിയില്ല. വെറുതെ ചിരിച്ചു, അബദ്ധങ്ങളൊന്നും പറയേണ്ടെന്ന് വെച്ചു, തിരിച്ചു വന്നു. അന്ന് രാത്രി ഞാൻ വെറുതെ ചിന്തിച്ചു, ദൈവം എനിക്കാരാ? പലരും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുക ദൈവം ആരാണെന്ന്. പഴയ നിയമത്തിൽ മോശ തന്നെ ദൈവത്തോട് ചോദിച്ചില്ലേ, ഇസ്രായേൽ ജനം നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന്? ദൈവം പറഞ്ഞു, ഐ ആം ഹു ഐ ആം, ഞാനാണെന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരാണ് എനിക്കെന്ന് ചോദിച്ചാൽ നാം എന്തുത്തരം പറയും? പഠിച്ച 3.5 വർഷത്തെ തിയോളജിയിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു ഉത്തരം അവർക്ക് സംതൃപ്തി നൽകുമോ? ത്രിത്വൈക ദൈവം ആരാണെന്ന് പറഞ്ഞാൽ എന്ത് നാം പറയും? സത്യം പറയട്ടെ, ദൈവത്തെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തന്നത് ക്രിസ്തുവാണ്. അവൻ പറഞ്ഞു, ദൈവം എൻ്റെ പിതാവാണെന്ന്, മൈ ഫാദർ. ഈ മകൻ യേശു നമ്മോട് പറയുന്നത് ഈ ഒരു തെളിച്ചത്തിലേക്ക് നമ്മളും വളരണമെന്നാണ്. അതെ, സർവശക്തനായിരിക്കാം, സർവവ്യാപിയായിരിക്കാം, സൃഷ്ടാവായിരിക്കാം ദൈവം. അതിനേക്കാൾ ആത്മബന്ധം നമുക്ക് കിട്ടുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്നൊരു തിരിച്ചറിവിലാണ്. ഓർക്കുകയാണ്, സ്റ്റീവോ എന്നൊരു ക്രിക്കറ്റ് കളിക്കാരൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ലോകം മുഴുവൻ അറിയാവുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. പലവട്ടം ലോകകപ്പ് പോലും സ്വന്തമാക്കാൻ ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത് സ്റ്റീവോയാണ്. പലർക്കും സ്റ്റീവോ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ട് മാത്രമേ അറിയൂ. അതിനേക്കാളേറെ മാനുഷിക മൂല്യമുള്ള ഒരുപാട് പുണ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലൊന്ന്, ഒരുപാട് പേരെ സാമ്പത്തികമായി അയാൾ സഹായിക്കുമായിരുന്നു. പല അനാഥാലയങ്ങളിലും സാമ്പത്തിക സഹായം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൽക്കറ്റയിലുള്ള ഉദയ് എന്നൊരു അനാഥാലയത്തിനും അദ്ദേഹം ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു. ഒരു ദിവസം കൽക്കറ്റയിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ്. അവധി സമയമായപ്പോൾ അദ്ദേഹം ഈ അനാഥാലയം സന്ദർശിക്കാൻ വന്നു. ഗേറ്റ് തുറന്ന മുറ്റത്തേക്ക് അയാൾ പ്രവേശിച്ചപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. വാച്ച്മാൻ അവരോട് ചോദിച്ചു, വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയുമോ? കുട്ടികളൊരു പെൺകുട്ടി പറഞ്ഞു, ഹേ ഹമാര ബാപ്പ് ഹേ, ഇയാൾ ഞങ്ങളുടെ അപ്പനാണെന്ന്. അത് കേട്ട് സ്റ്റീവോയുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ കാലങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മാധ്യമങ്ങൾ എന്നെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്, ലോകകപ്പ് പോലും എൻ്റെ കരങ്ങൾ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് തോന്നാത്തൊരു സന്തോഷം ഈ പെൺകുട്ടി എന്നെ അപ്പ എന്ന് വിളിച്ചപ്പോൾ തോന്നി. സത്യം, പിതാവെന്ന വാക്ക് ഒരുപാട് ഊഷ്മളതയും സ്നേഹമുള്ളൊരു വാക്കാണ്. ആ സ്നേഹത്തോടെയാണ് നാം ദൈവത്തെ പിതാവെന്ന് വിളിക്കേണ്ടത്. യേശു പറഞ്ഞ കഥകൾ, യേശു പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതല്ലേ? ഒന്നോർത്ത് നോക്കുക. ഉപമകളിൽ വെച്ച് ഏറ്റവും മനോഹരമായത് ധൂർത്തപ്പത്തിൻ്റെ ഉപമയാണ്. ദൈവപിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നൊരു ഉപമയല്ല അത്. ആ മകൻ ആദ്യം പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞില്ല. തനക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന പിതാവിൻ്റെ സ്വത്തുമായിട്ട് അവൻ ദൂരദേശത്ത് പോകുന്നുണ്ട്. ഒടുവിലെല്ലാം കൈവിട്ട് പോയപ്പോഴാണ് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വെട്ടം അവന് കിട്ടിയത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു?
ആദ്യം അവന് സുബോധമാണ് വന്നത്. പിതാവിൽ നിന്ന് അകന്നു പോകുന്നവരൊക്കെ സുബോധം നഷ്ടപ്പെട്ടവരാണ്. പിതാവിൻ്റെ മൂല്യം പറഞ്ഞവൻ പിന്നെ തിരിച്ചറിവിലേക്ക് വരുന്നു. മടങ്ങി വരാമെന്നവൻ തീരുമാനിക്കുന്നു. മാപ്പപേക്ഷിക്കാമെന്നവൻ നിശ്ചയിക്കുന്നു. അതെ, ആ ദൂതപുത്രൻ തിരികെ വരുന്നുണ്ട്. അവൻ തിരികെ വരുമ്പോൾ ആദ്യം കണ്ടത് ആരാ? അവനല്ല, പിതാവാ. കാരണം അവൻ നഷ്ടപ്പെട്ട നിമിഷം മുതൽ പിതാവ് പടിവാതിൽക്കൽ കാത്തിരിക്കുക മകൻ്റെ വരവിന് വേണ്ടി. സ്നേഹമുള്ള കാത്തിരിപ്പിൻ്റെ ഒരു പിതാവിനെ നാം ഉപമയെ കാണുന്നുണ്ട്. ഒടുവിൽ എന്ത് സംഭവിച്ചു? മടങ്ങി വന്ന ആ മകന് ചെരുപ്പ് ധരിപ്പിക്കുകയും മോതിരം കൊടുക്കുകയും പുതിയ വസ്ത്രം ധരിപ്പിക്കുകയും സ്നേഹത്തോട് ആലിംഗനം ചെയ്ത് അവന് വേണ്ടി കാളക്കുട്ടിയെ കൊന്നു വിരുന്നൊരുക്കുകയും ചെയ്തു. സത്യത്തിൽ ഉപമയിലെ സ്നേഹപിതാവ് ദൈവപിതാവ് തന്നെയല്ലേ? ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് പാവടി ജീവിക്കുന്നവരൊക്കെ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചറിയണം, സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ സങ്കടത്തോടെ കാത്തിരിക്കുന്നൊരു പിതാവാണ് ദൈവമെന്ന്. ആ തിരിച്ചറിവിൽ മനസ്താപപ്പെട്ട് തിരിച്ചു വരാനാകണം. ഓർക്കുക, ആ ദൂതപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് കൊന്നതൊരു കാളക്കുട്ടിയാണ്. പക്ഷേ ദൈവപിതാവ് എന്താ ചെയ്തത്? നമ്മുടെ തിരിച്ചറിവിനും മാനസാന്തരത്തിനും വേണ്ടി ദൈവപിതാവ് സ്വന്തം മകനെയല്ലേ കാൽവരിയിൽ ബലിയായിട്ട് നൽകിയത്. ഈ ഉപമ പറയുന്നത് ദൈവം നമ്മുടെ സ്നേഹപിതാവാണെന്ന് തന്നെയാണ്. യേശു ഒരു പ്രാർത്ഥനയെ ശിഷ്യന്മാർക്ക് കൊടുത്തുള്ളൂ. ആ പ്രാർത്ഥനയും ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന. ഓർക്കണം, ഓരോ പ്രാർത്ഥനയും ഒരു തിരിച്ചറിവിൻ്റെ വെട്ടമോ തരുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്ന്. ഈ പ്രാർത്ഥനയും അങ്ങനെ തന്നെ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥതകളല്ലേ? എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടണം. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എന്താ? അതിലൊരിക്കലും ഞാനെന്ന വാക്കില്ല, നമ്മളെന്ന വാക്കേ ഉള്ളൂ. അവർ, നമ്മുടെ പിതാവ്. പൊതുവായ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ലാവണ്യമുള്ള പ്രാർത്ഥനകൾ. എൻ്റേതുപോലെ അവനും സങ്കടമുണ്ട്. ഒത്തൊരുമ കൂട്ടായ്മയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവപിതാവിൻ്റെ സന്നദ്ധിയിലെത്തേണ്ടത്. ക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. നാം അത് പലവട്ടം പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മളെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. അതിനേക്കാൾ അപ്പുറം ഈ പ്രാർത്ഥനയെ ജീവിച്ചവനാ യേശുനാഥൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന തുടങ്ങുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ നമ്മൾ നല്ല മക്കളായിട്ടുണ്ടോ? യേശു ഏറ്റവും നല്ല മകനാണ് ദൈവപിതാവിൻ്റെ. അതുകൊണ്ടല്ലേ ജോർദാൻ നദീതീരത്ത് അവൻ സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ സ്വർഗം തുറന്ന് ദൈവപിതാവ് പറഞ്ഞത് ഇവനെൻ്റെ പ്രിയപുത്രനെന്ന്. അതെ, ദൈവത്തിൻ്റെ മനസ്സിലെ പ്രിയപ്പെട്ട പുത്രൻ യേശുവാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആ യോഗ്യതയിലേക്ക് വളർന്നിട്ടുണ്ടോ? പിന്നെ എന്താ? സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം പൂജിതമാകണമേ. ദൈവപിതാവിൻ്റെ നാമം പൂജിതമാക്കാനാണോ നാം ജീവിക്കുന്നത്? അതോ നമ്മുടെ മഹിമ വർദ്ധിപ്പിക്കാനാണോ? നമ്മുടെ ഓരോ പടയോട്ടവും നേട്ടങ്ങളും ഒക്കെ നമ്മുടെ പേരിന് വേണ്ടി മാത്രമാണ്. യേശുനാഥൻ എന്താ ചെയ്തത്? ജോർദാൻ നദിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവൻ്റെ നാമം മാത്രമേ പൂജിക്കാവൂ. അതെ, പിന്നെ എന്താ? സ്വർഗത്തിലെ രാജ്യം ഭൂമിയിലും ആകണമെന്ന ആ പ്രാർത്ഥനയുടെ അടുത്ത ആശയം. സ്വർഗരാജ്യം ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യേശു തൻ്റെ ജീവിതം തുടങ്ങിയത്. പരസ്യ ജീവിതം. അവൻ പറഞ്ഞില്ലേ, സ്വർഗരാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടി അവൻ ജീവിച്ചത് തന്നെ. പിന്നെ എന്താ? ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കാനാണ് അവൻ കടന്നു വന്നത്. ആ സിക്കാർ കിണറ്റിൻകരയിൽ വെച്ച് അവൻ എന്താ പറഞ്ഞത്? ദൈവപിതാവിൻ്റെ കൽപ്പന പാലിക്കുകയും അത് പൂർത്തിയാക്കുകയും എൻ്റെ അപ്പം വന്നു. തീർച്ചയായിട്ടും അന്നന്ന് വേണ്ട അപ്പത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിനും അപ്പുറം നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നു. അന്നന്ന് വേണ്ട അപ്പത്തിനപ്പുറം നാം കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. വെറുതെ നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്നു, പ്രാവർത്തികമാക്കാതെ. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്തായിരുന്നു? കല്ലിനവൻ അപ്പമാക്കിയില്ല, സ്വയം അപ്പമായിട്ടാണ് അവൻ കൊടുത്തത്. കാരണം ദൈവപിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പൂർത്തിയാക്കുകയും എൻ്റെ അപ്പം എന്ന അത് ശിഷ്യന്മാരോട് പറഞ്ഞത്. പിന്നെ എന്താ? നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് നമ്മുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടുകയെന്ന്. നമ്മളങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളെ ക്ഷമിച്ചിട്ടുണ്ടോ? മറ്റൊന്നാൾ മുറിപ്പെടുത്തുമ്പോൾ അവരോട് ക്ഷമയോടുകൂടി നിന്നിട്ടുണ്ടോ?
അനുദിനം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ക്രിസ്തു എങ്ങനെയാണ്? കുരിശിൽ കടന്നുകൊണ്ട് അവനെ മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി കൂടി ക്ഷമിച്ചില്ലേ, പുറത്തില്ലേ, അവിടെ പാപങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചില്ലേ? ഏറ്റവും ഒടുവിലെന്താ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ. പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുകയല്ല, പലപ്പോഴതിലേക്ക് ചാടി വീഴുകയാണ്. അതുകൊണ്ടല്ലേ ഒരുപാട് ബലഹീനതയിലേക്ക് നാം വീണുകൊണ്ടിരിക്കുന്നത്. ലോകവും പ്രലോഭവുമായിട്ട് കാത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് അകലാൻ ശ്രമിക്കാതെ അതിലേക്ക് വീണ് എത്ര പേര് ജീവിതം ഇടർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തു എന്താ ഗസ്തമനി പ്രാർത്ഥിച്ചത്? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന ഏറ്റവും ഒടുവിൽ ആമേൻ എന്നൊരു വാക്കുണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ. ആമേൻ എന്ന് വെച്ചാൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. ദുഃഖവും ദുരന്തവും സങ്കടവും വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അപ്രകാരം സംഭവിക്കട്ടെ എന്ന്? യേശു പറഞ്ഞു, ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടും ദൈവം മനസ്സാകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അതെ, ദൈവപിതാവിനെ സ്വന്തം അപ്പനായി കരുതി ഈ സ്വർഗ്ഗസ്ഥന പ്രാർത്ഥന പോലെ സ്വന്തം ജീവിതം മാറ്റിയവനാണ് യേശുനാഥൻ. നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, എല്ലാം മറന്നുകൊള്ളുക. എന്നാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ജീവിതത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല മക്കളാണ്. ഓർമ്മിക്കുകയാണ് കാറൽ മാർക്സിൻ്റെ മകൾ അന്ന മാർക്സ്. കാറൽ മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കയ്പാണ് എന്ന് വിചാരിച്ച ഒരാളാണ്. അതിൻ്റെ പിന്നാലെ കടന്നുപോയ ആളാണ്. മതത്തിൻ്റെ ദോഷവശങ്ങൾ മാത്രം പ്രഘോഷിച്ചവനാണ്. അതുപോലെ തന്നെ ദൈവവിരോധിയായിരുന്നു മകളും അന്ന. ഒരു ദിവസം അവൾ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടി. അത് വായിച്ചപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. അവൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കണം, അവനനുസരിക്കണം. സത്യത്തിൽ ആ പേപ്പർ കഷ്ണം സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയായിരുന്നു. അനുദിനം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എന്നാൽ ദൈവപിതാവിൻ്റെ നല്ല മക്കളാകാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ? അവനെ നാം സ്നേഹിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ നമ്മോട് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എന്തുത്തരം നാം പറയും? ദൈവം എൻ്റെ പിതാവാണെന്ന് പറയാനുള്ള ആത്മീയവിശാലത നമുക്കുണ്ടോ? ഓർക്കുക, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആദ്യം ലോകത്തിൻ്റെ തെറ്റുകളിലൊക്കെ ജീവിച്ചൊരു യുവാവായിരുന്നു. പിന്നെ ദൈവസ്നേഹം മനസ്സിലാക്കി ഒടുവിൽ തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ പീറ്റർ ബെർണാഡോ എന്ന സ്വന്തം പിതാവ് അത് തടഞ്ഞു. ഒരു മെത്രാസന മന്ദിരത്തിന് മുമ്പിൽ വെച്ച് പിതാവ് അവനെ തള്ളി പറഞ്ഞപ്പോൾ ആ പുത്രൻ എന്താ പറഞ്ഞത്? ഇന്ന് മുതൽ എനിക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഫ്രാൻസിസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഏറ്റുപറഞ്ഞ സത്യമാണത്. ദൈവം എൻ്റെ പിതാവാണെന്ന്. ആ തിരിച്ചറിയുടെ വെട്ടത്തിലാണ് പിന്നെ സമർപ്പണ ജീവിതത്തിലേക്ക് ഫ്രാൻസിസ് കടന്നു പോകുന്നത്, രണ്ടാം ക്രിസ്തുവായിട്ട് മാറിയത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണയുടെ വഴിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു അവബോധം നമ്മളെ നയിക്കണം. ദൈവം നമ്മുടെ പിതാവാണ്. ഒന്നോർത്ത് നോക്കുക. മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നു, തെറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു, ക്രിസ്തു സ്നേഹം മനസ്സിലാക്കാതെ അകന്നു പോകുന്നു. എങ്കിലും ദൈവം കാത്തിരിക്കുകയാണ്. ആദോത്തപുത്രൻ മടങ്ങി വന്നതുപോലെ എല്ലാവരും അനുതപിച്ച് അവൻ്റെ സ്നേഹദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രത്യാശയോടെ. ഓർക്കുകയാണ് ഒരു കഥ. മരുഭൂമിയിലെ ഒരു ഗ്രാമം, മഴ പെയ്തിട്ട് വർഷങ്ങളായി. അപ്പോൾ എല്ലാവരും വിശ്വസിച്ചത് ദൈവത്തിൻ്റെ കോപം മൂലമാണെന്ന്, അവരുടെ പാപം കാരണമാണെന്ന്. ഒരു ദിവസം ആ ദേശത്തേക്ക് ഒരു സന്യാസി വന്നു. അവിടെ അവസ്ഥ കണ്ടു. പച്ചപ്പൊന്നുമില്ല, മൃഗങ്ങളൊക്കെ ദാഹിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്നു, മനുഷ്യരും. ആ സന്യാസി പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ കോപം തന്നെയാണ്. പക്ഷെ കോപം മാറാൻ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾ ബലിയായിട്ട് ദൈവത്തിന് കൊടുക്കുക. ദൈവം അങ്ങനെ ക്ഷമിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും മഴ കൊണ്ട്. എല്ലാവരും നമ്മുടെ വിലപ്പെട്ടതൊക്കെ ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിച്ചു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ദിവസം ഒരു പിതാവ് തൻ്റെ മകനുമായിട്ട് ആ ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. വിറകൊക്കെ വെച്ച് പിന്നെ സ്വന്തം മകനെ തന്നെ കെട്ടി അതിലർപ്പിച്ചു ബലിയായിട്ട്. എന്നിട്ട് ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ മകനാണ്, അവനെ ഞാൻ നിനക്ക് സമർപ്പിക്കുക. ഇനിയെങ്കിലും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നീ നിൻ്റെ അനുഗ്രഹത്തിന് മഴ അഴുക്ക്. മകനെ ആ ബലിക്കല്ലിൽ വെച്ച് അഗ്നി
ആകാശത്തേക്ക് ഉയർന്ന് മേഘം ചുറ്റും പടർന്ന് പെട്ടെന്ന് മഴ പെയ്യാൻ ആരംഭിച്ചു. വെയിൽ താമസിച്ചവരൊക്കെ സന്തോഷത്തോട് പുറത്തു വന്നു ആഹ്ലാദ നൃത്തം ആടാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ആ പിതാവ് താഴേക്ക് ഇറങ്ങി വരികയാണ്. ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ മലമുകളിൽ കയറിയപ്പോൾ ഇപ്പം മകനുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ മകൻ എവിടെ? അപ്പോൾ പിതാവ് വിങ്ങിപ്പൊട്ടി പറഞ്ഞു, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകന് ദൈവത്തിന് കൊടുത്തു, അവനിപ്പോൾ ഇവിടെയില്ല, അവൻ മരിച്ചു. പിന്നെ മഴ എപ്പോഴൊക്കെ പെയ്യുന്നു അപ്പോൾ ആ ജനം പറയും, ഇതൊരു മഴയല്ല, ഒരു പിതാവിൻ്റെ കണ്ണുനീരാണ്. സത്യം, ഒരു പിതാവായ ദൈവം കാൽവരിയിൽ അവൻ്റെ കണ്ണുനീര് ഈ ഭൂമിക്ക് നൽകി. സ്വന്തം മകനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായിട്ട് നൽകിയതുകൊണ്ട് ഈ മരണം നമ്മോട് പറയുന്നത് ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നാണ്. ആദ്യം ലോകം ഒരുപാട് പാപത്താ മലിനമാക്കിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ ദൈവം പ്രളയമഴയാണ് അയച്ച്. എന്നിട്ടും മനുഷ്യർ പാപം ചെയ്തു, തെറ്റിൻ്റെ ഇടച്ചിലേക്ക് പോയി. വീണ്ടും അവരെ വീണ്ടെടുക്കാൻ ആ പിതാവാകട്ടെ സ്വന്തം മകനെയാണ് ബലിയായിട്ട് നൽകിയത്. ദൈവം നമ്മുടെ പിതാവ. ആ തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം. ഓർമ്മയില്ലേ ലൂക്കാസ് വിശേഷത്തിൽ യേശുനാഥൻ 12 വയസ്സുള്ളപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞത് എന്താ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലം വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? സുവിശേഷത്തിലെ യേശുവിൻ്റെ ആദ്യത്തെ വചനമാണിത്. പിന്നെ കാലങ്ങൾക്ക് ശേഷം 33-ാമത്തെ വയസ്സിൽ കുരിശിൻ്റെ വിരിമാറിൽ ആ പുത്രൻ കിടന്നുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞത് എന്താ? എല്ലാം പൂർത്തിയാക്കി. ദൈവപിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ച് അവസാനം എല്ലാം പൂർത്തിയാക്കി ഏക മകനാണ് യേശു. നമ്മൾ പിതാവിൻ്റെ കാര്യം വ്യാപൃതരാണോ? ഒടുവിൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന മരണനിമിഷം നമുക്ക് പറയാനാകുമോ എല്ലാം പൂർത്തിയാക്കിയെന്ന്? കഴിയുമായിരിക്കില്ലായിരിക്കാം. എങ്കിലും ദൈവം നമ്മുടെ പിതാവാണെന്നൊരു തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് കിട്ടട്ടെ. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. ദൈവം നമ്മുടെ പിതാവാണെന്ന സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. പഴയ നിയമത്തിൽ ദൈവം വിധിയാളന, സ്രഷ്ടാവ, നമ്മുടെ പാപങ്ങൾക്ക് ദുരന്തങ്ങളയക്കുന്നവന. എന്നാൽ പുതിയ നിയമത്തിൽ ഏകദേശം 60ഓളം തവണ യേശുനാഥൻ ദൈവത്തെ വിളിക്കുന്നത് പിതാവ് എന്ന അവർ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സൃഷ്ടാവ്, അധിപൻ, ശ്രേഷ്ഠൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ നാം സമീപിക്കേണ്ടത് ഒരു പിതാവെന്ന സ്നേഹത്തിരിച്ചറിവിലൂടെയാണ്. ഒപ്പം നാം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമ്മൾ അവൻ്റെ മക്കളാണ്. യേശു ജീവിച്ചതുപോലെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഓരോർമ്മയിലും ദൈവം നമ്മുടെ വഴി നടത്തുന്നുണ്ടെന്ന് തിരിച്ചതിൻ്റെ വെട്ടം നമുക്ക് വേണ്ടേ? ആ ധൂർത്തപുത്രൻ തെറ്റിൻ്റെ വഴിയിൽ ജീവിച്ചപ്പോൾ, എല്ലാം കൈവിട്ട് പോയപ്പോൾ അവനെ തിരികെ കൊണ്ടുവന്നത് ആ പിതാവിൻ്റെ സ്നേഹമാണ്. എല്ലാ പാപികളും ഒരു നാൾ മടങ്ങി വരണം. പക്ഷെ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ മാത്രം, ദൈവം കാത്തിരിക്കുന്ന സ്നേഹമുള്ള പിതാവാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടുമ്പോൾ, യേശു എന്ന മകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, 33 വർഷം നമ്മോടൊപ്പം ജീവിച്ചത് ഒരു സത്യം മാത്രം പഠിപ്പിക്കാനാണ്. ബാക്കിയെല്ലാം മറന്നുകൊള്ളുക, ഈ ഒരു സത്യം മാത്രം. ദൈവം ഇപ്പോഴും കാത്തിരിപ്പുണ്ട് സ്വർഗത്തിൻ്റെ പടിവാതിക്കൽ, ഒരു പിതാവിൻ്റെ സ്നേഹദൈവതയോടെ. പർദീസയിൽ ആ പിതാവിൻ്റെ സ്നേഹം മറന്ന ആദവും ഹവ്വായും ഇറങ്ങിപ്പോയത്. അതിനുശേഷം കാലങ്ങളായി അവിടുന്ന് കാത്തിരിക്കുക തൻ്റെ മക്കളൊക്കെ മടങ്ങി വരുന്ന ആ തിരിച്ചറിവിന് വേണ്ടി. തീർച്ചയായിട്ടും നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. അനുദിനം പല വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശു പഠിപ്പിച്ചത് ഒരേ പ്രാർത്ഥന മാത്രം, സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയുടെ ആഴം അതിലുണ്ട്. നമ്മളിതുവരെയും പരിശീലിച്ചതെല്ലാം മറന്നാലും ഈ ഒരു കൊച്ചു പ്രാർത്ഥന മാത്രം മറക്കരുത്. അതരങ്ങൾ കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് നാം അത് പാലിക്കേണ്ടത്. ദൈവപിതാവേ, ഒരു നാൾ എൻ്റെ ജീവിതത്തെ നോക്കി നീ പറയുമോ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്. ആ ഒരു അനുഗ്രഹം കിട്ടുവാൻ എൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുക, ഞങ്ങളുടെ ജീവിതത്തെ നീ നവീകരിക്കുക. എൻ്റെ ജീവിതം കണ്ടിട്ട്
ആർക്കെങ്കിലും പറയാനാകുമോ എൻ്റെ ദൈവം എൻ്റെ പിതാവാണെന്ന്? ഇനി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിൻ്റെ ദൈവം നിനക്ക് ആരാണെന്ന് ചോദിച്ചാൽ ആത്മധൈര്യത്തോടെ ഞാൻ പറയും, എൻ്റെ ദൈവം എൻ്റെ പിതാവാണെന്ന്. ദൈവമേ, നീ സൃഷ്ടാവ, സർവചരാചരങ്ങളിലും നിൻ്റെ കരങ്ങളിലാണ് രൂപപ്പെട്ടത്, ഞാനും. എങ്കിലും അതിനപ്പുറം നീ എൻ്റെ പിതാവ. ആ തിരിച്ചറിവിൽ മക്കൾക്കടുത്ത സ്നേഹദൈവതയിൽ ജീവിക്കുവാൻ എന്നെ നീ ബലപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ.